അത് മാത്രമല്ല ഈ സിദ്ദിഖ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വലിയ സൂചന കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഒരു സംഭവഗതികൾ രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ, അതായത് നീതിയുടെ മുമ്പിൽ കുറ്റവാളികളെ എത്തിക്കാനുള്ള ഒരു വലിയ പ്രക്രിയ സർക്കാരും ആരംഭിച്ചിരുന്നു. അതിൻ്റെ കൂടി വിജയമാണിത്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ചൊരിഞ്ഞിരുന്നു പല കോണുകളും. പക്ഷേ സർക്കാരിൻ്റേത് കൃത്യവും നിയമബന്ധിതവും നിയമപരവുമായ നടപടിക്രമമാണ്, അല്ലെങ്കിൽ സമഗ്രമായ നടപടിക്രമമാണ് എന്നതിൻ്റെ സൂചന കൂടി ഈ ഘട്ടത്തിൽ തെളിയുകയാണ്. ഒരുപക്ഷെ അങ്ങനെ കൂടി നിരീക്ഷിക്കാം നമുക്ക്. സാലി, തീർച്ചയായും സർക്കാരാണ് ഇതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കാൻ തീരുമാനിച്ചത്. സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിപുലമായ ഒരു ടീം വന്നത്. ആ ടീം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടികളൊക്കെ പരാതിയുമായി പുറത്തേക്ക് വരാൻ തയ്യാറായത്. ഇവരൊന്നും ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയവരോ പരാതി ഉന്നയിച്ചവരോ അല്ല. ഈ നടി അടക്കം ഹേമ കമ്മിറ്റി മുമ്പാകെ പോയിട്ടില്ല. അവർ പുറത്ത് സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പരാതി ഉന്നയിക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷണ സംഘം ആ വിവരം ശേഖരിച്ച് കേസാവുകയും അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്ത സംഭവമാണ്. അപ്പം ഇതിൽ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഇച്ഛാശക്തി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സർക്കാരിലും പോലീസിലും ഈ ഇരയ്ക്കുണ്ടായ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് നിയമ നടപടിയിലേക്ക് തിരിയാൻ ഒക്കെ അവർ പ്രേരിപ്പിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിൽ, മറ്റു പല കേസുകളിലും ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ചില പരാതികളും സംശയങ്ങളും ഒക്കെ ചില കേസുകൾ ഉയർന്നുണ്ട്. പക്ഷേ ഈ സിദ്ദീഖിനെതിരായ കേസിൽ ഈ ആരോപണം ഉന്നയിച്ച യുവനടിക്കെതിരായ ഏതെങ്കിലും സംഭവ വികാസങ്ങളോ ആക്ഷേപങ്ങളോ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല സമാന്തരമായി അന്വേഷണ സംഘം നടത്തിക്കൊണ്ടുവന്ന അന്വേഷണങ്ങളിലൊക്കെയും ഈ സിദ്ദീഖിനെതിരായി ഇവരുന്നയിച്ച മസ്കറ്റ് ഹോട്ടൽ സംബന്ധിച്ച് ഉന്നയിച്ച പരാതി അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഈ ബംഗാളിലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷിച്ച നിർണായകമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ കാര്യങ്ങളെ കൂടി പരിശോധിക്കാൻ. അത്രയേറെ നോക്കൂ, ഈ പരാതി പുറത്തേക്കെത്തുന്ന ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ നൽകുന്ന ധൈര്യം, ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ, വനിതകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഇത്തരത്തിൽ ശ്രമങ്ങൾക്കൊക്കെ പുറമേ തന്നെ ഈ പരാതി ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി അതിനോടുള്ള പരിശോധനകൾ നടത്തുകയും തെളിവുകൾ ശേഖരിക്കാനുമായി സംവിധാനങ്ങൾക്ക്, പോലീസ് സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിലേക്ക് പോകുന്നത്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും അടിവരയിടേണ്ട പ്രസക്തി, അല്ലേ? തീർച്ചയായും. അതായത് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും എത്രയും വേഗതയിൽ അതിൻ്റെ തെളിവ് ശേഖരിക്കുകയും ചെയ്തു. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഇൻസിഡൻ്റ് ആയിട്ട് കൂടി മസ്കറ്റ് ഹോട്ടലിൻ്റെ രേഖകൾ പൂർണ്ണമായി ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഇനി ചില രേഖകൾ കൂടി, അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറി, ആ രജിസ്റ്ററിൽ ഒപ്പുവെച്ച ആളുകളുടെ ഒരു പട്ടിക കൂടി അവർക്ക് ഇനി കിട്ടാനുള്ള അതിൻ്റെ ഒരു കോപ്പി, അതൊരു പ്രധാനപ്പെട്ട രേഖയാണ്. അതുകൂടി ലഭ്യമായാൽ ചിത്രം പൂർണ്ണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച, പരാതി ഉന്നയിച്ച യുവനടി പറഞ്ഞ കുറേ കാര്യങ്ങൾ അന്വേഷണ സംഘം ക്രോസ് ചെക്ക് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, ഈ മസ്കറ്റ് ഹോട്ടലിലെ ഈ മുറിയിലെ പുറത്ത് ജനലിലൂടെ, ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച എന്താണെന്ന് തുടങ്ങി അവിടുത്തെ കർട്ടന് അക്കാലത്തുണ്ടായിരുന്ന നിറം വരെ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൃത്യതയോടെ അന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് സിദ്ദീഖ് താമസിച്ച റൂം നമ്പറിൽ നിന്നുള്ള കാഴ്ചകൾ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ, ആ റൂമിനുള്ളിലെ കാഴ്ചകൾ ഒക്കെ ഈ യുവതി മൊഴിയായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, സിദ്ദീഖ് അന്ന് ഉച്ചഭക്ഷണം കഴിച്ചത് എന്ത് ഭക്ഷണമാണ് എന്നതടക്കം, അതായത് ഓർഡർ ചെയ്തത് എന്ത് ഭക്ഷണമാണ് എന്നതടക്കം ഈ യുവതിയുടെ മൊഴിയിലുണ്ട്. ആ മൊഴി വളരെ നിർണായകമായി. കാരണം ആ യുവതി മൊഴി നൽകിയ ആ ഭക്ഷണം തന്നെയാണ് സിദ്ദീഖ്, തീർച്ചയായും സിദ്ദീഖ് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് എന്ന് ഈ മസ്കറ്റ് ഹോട്ടലിലെ, കാരണം അത് KTDCയിലൊക്കെ ആയതുകൊണ്ട് വ്യവസ്ഥാപിതമായി കൃത്യമായ രേഖകളുണ്ട്. ആ രേഖ പ്രകാരം പരിശോധിച്ചപ്പോൾ ആ റൂമിലേക്ക് ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് അതാണെന്ന് വരെ മനസ്സിലായി. അപ്പം സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത കുരുക്കാണിത്. ഈ യുവതി ഇനി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും അത് കോടതി മുമ്പാകെ പറയുകയും മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇതിനകം ഞാൻ മനസ്സിലാക്കുന്നത് 164 സ്റ്റേറ്റ്മെൻറ്റ് രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഇതിൻ്റെ വിചാരണ ഘട്ടത്തിൽ ഉടനീളം അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ സിദ്ദീഖിന് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. നടൻ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു. കോടതിയുടെ ഉത്തരവാണ് അല്പം മുമ്പ് പുറത്തെത്തിയത്. നടൻ സിദ്ദീഖിന് ഇത് വലിയ തിരിച്ചടിയാകുന്നു. മാത്രമല്ല, സിദ്ദീഖിന് എതിരായി പരാതിക്കാരി നൽകിയ
പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിൽ ശേഖരിക്കപ്പെട്ട തെളിവുകളടക്കം പരിഗണിച്ചാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിലേക്ക് നീങ്ങിയത്. ആ ഉത്തരവിൻ്റെ വിധിപ്പകർപ്പിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനാകൂ. പക്ഷേ സമഗ്രമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ സാലിം മുഹമ്മദ് നൽകിയത്.